ഇട പോവാ നോക്ക്. അതായത് ഇതില് ചോദ്യത്തിൽ പറഞ്ഞ പ്രൊവൈഡ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം? സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, ഷേപ്പ് ആൻഡ് ഷേപ്പ്. 3 കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? അതാണ് നമ്മൾ എടുക്കേണ്ടത്. 3 കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാ? അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഏതാ 3 കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണത്? കണക്റ്റീവ് ടിഷ്യൂ. ഇത് കവേഴ്സ് ആൻഡ് ഇതില് പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? പ്രൊവൈഡ്, സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനൈറ്റ് ഷേപ്പ്. അപ്പൊ സംശയം അറിയില്ലേ? മറക്കൂ ഇല്ല. പാടില്ല. അതാണ് കേൾക്കണ്ട. പ്രൊവൈഡ്, സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. ഇത് 3ഉം സംഭവിക്കുന്നത് ഇതിലാണ്. കണക്റ്റീവ് ടിഷ്യൂ. ഇനി 33 covers the body part. അതേതാ വരിക? എപ്പിത്തീലിയൽ ടിഷ്യൂ. നോക്കിയാ നോക്കിട്ട് പറഞ്ഞാ മതി കേട്ടാ. കാണാതെ നിങ്ങൾ പറയാം. നോക്കിയിട്ട് പറഞ്ഞാൽ നമ്മൾ പഠിക്കണം. നോക്കി എപ്പിത്തീലിയലാണ്. Covers and protects the body. കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി. വളരെ ക്ലിയർ ആയിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതാണ്. ഓക്കെ, അടുത്തതോ? ട്രാൻസ്പോർട്ട് സബ്സ്റ്റാൻസസ്. ഏതാ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാ പറയൂ? മസ്കുലർ ടിഷ്യൂ ആണോ? അത് ഒന്നുകൂടി നോക്കി കണ്ട നിങ്ങളത്. എന്താ അവിടെ പറഞ്ഞുള്ളത്? ട്രാൻസ്പോർട്ട് സബ്സ്റ്റാൻസസ്. ട്രാൻസ്പോർട്ട് സബ്സ്റ്റാൻസസ് ടു ദ ബോഡി. മസ്കുലർ ടിഷ്യൂ അവസാനം എനബിൾസ് മൂവ്മെന്റ് ഓഫ് ദ ബോഡി. അത് ബോഡിയുടെ മൂവ്മെന്റ്. അതല്ല ട്രാൻസ്പോർട്ട് സബ്സ്റ്റാൻസസ്. Connective tissues blood carries out the condensation of materials that make the body resistant to diseases. ശരിയാണോ? അതാണ്. ബ്ലഡ് തന്നെയാണ് അതിന്റെ ആള്. ട്രാൻസ്പോർട്ട് സബ്സ്റ്റാൻസസ്. സാധനങ്ങള് കൊണ്ടുപോയി അവിടെ ഇവിടെയും കൊടുക്കുന്ന ആളാരാ നമ്മുടെ ശരീരത്തില്? അത് ബ്ലഡാണ്. ബ്ലഡാണേ. സാധനങ്ങള് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നത് വേറൊരുത്തിയില്, അവിടെ നിന്ന് കിട്ടുന്നത് മറ്റൊരുത്തിയില്, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന ആളാരാ? ബ്ലഡാണ്. കേൾക്കണ്ട? അപ്പോ അതിൽ തർക്കമില്ല. നോക്കൂ, ഇനി അടുത്തതോ? helps to respond by recognizing changes. Helps to respond by recognizing changes. അതേതാ? helps to nervous അല്ലേ? നമ്മുടെ ചുറ്റുമുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് റെസ്പോണ്ട് ചെയ്യണത് ആരാ? നമ്മുടെ നെർവസ് സിസ്റ്റം, നെർവ് ടിഷ്യൂ. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം നോക്കൂ. Which among the following statement is not related to tissue? ടിഷ്യൂവിനോട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? താഴെ പറയും. Different types of cells are seen.
Similar kind of cells are seen perform specific function formed from different cells. ഇതിൽ ഏതാണ് ചേരാത്ത സ്റ്റേറ്റ്മെന്റ്? ടിഷ്യൂ എന്താണെന്ന് കൃത്യമായി പഠിച്ച ആൾക്കാർക്ക് പറയാൻ പറ്റും. എങ്ങനെ ഒരു ടിഷ്യൂ ഫോം ചെയ്യണത് എഴുതി തന്നിട്ട് കുറെ സെൽസ് ചേരുമ്പോ കൊറേ സെൽസ് ചേരുമ്പോ എന്നല്ല പറഞ്ഞത്. ഒരേപോലെ അങ്ങനെ പറയണം, ഒരേപോലത്തെ കുറെ സെൽസ് ചേരണം. അപ്പൊ അത് ശരിയായി കേട്ടാ. ഇനി ഒരേപോലത്തെ കുറെ സെൽസ് ചേരുന്നതാണ് ടിഷ്യൂ എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വായിച്ചു നോക്കി. ടിഷ്യൂവിന് ചേരാത്തത് അപ്പൊ ഏതാണെന്ന് കിട്ടും. ശരിയല്ലേ? ഡിഫറന്റ് ടൈപ്പ് ഓഫ് സെൽ. ഡിഫറന്റ് ടൈപ്പ് ഓഫ് സെൽ. ഡിഫറന്റ് പലതരം സെല്ലുകള്. അതന്നെ. അത് ടിഷ്യൂ ആണോ? ടിഷ്യൂ. പലതരം സെല്ലുകൾ ചേർന്നുണ്ടാവുന്ന സാധനത്തിന്റെ പേരെന്താ? ഫോയിറ്റൽ ആണോ? അതന്നെ വെരി ഗുഡ് മിടുക്കി. അതന്നെ ഫോയിറ്റൽ. ഇവിടെ കടിച്ചര മാഷൻ ഓർമ്മണ്ട്. ഓർമ്മയുള്ള കുട്ടികൾക്ക്, പഠിക്കണ കുട്ടികൾക്ക് ഓർമ്മണ്ട്. അതാണ് കണ്ടാ ഫോയിറ്റൽ. കണ്ടാ അതിലെന്നെ പറഞ്ഞിട്ട് പാർഷ്യലി ഡിഫറന്റ് സെൽസ്. കണ്ടാ പാർഷ്യലി ഡിഫറന്റ് സെൽസ്. ആ പാർഷ്യലി ഡിഫറന്റ് സെൽസ് ജോയിൻ ചെയ്തതാണ്. അതായത് അത് ഉണ്ടാവുന്നത് സൈഗോട്ട് എന്നാണ് കേട്ടാ. എന്നിട്ട് പിന്നെ ആ സെല്ലുകൾ വേറെ വേറെ പോവും. എന്നിട്ട് അതിന്ന് മുറിഞ്ഞു പോവും. അങ്ങനെയാണ് 4 തരം സെല്ലുകൾ ഉണ്ടാവുന്നത്. അതാണ് ടിഷ്യൂ. നെർവും ബോണും ബ്ലഡും. പിന്നെ അടുത്തേതാ? അപ്പൊ പാർഷ്യലി എന്തായിരുന്നു പറഞ്ഞു? അപ്പോ ഡിഫറന്റ് ടൈപ്പ് ഓഫ് സെൽ. ഇനി അടുത്തതോ സിമിലർ കൈൻഡ് ഓഫ് സെൽ ആർ സീൻ. അത് ടിഷ്യൂ അല്ലേ? പിന്നെ ഏതാ ചേരാത്തത്? ഇനി ഉണ്ടോ നോക്കിയത്? ഫോംഡ് ഫ്രം ഡിഫറന്റ് സെൽസ്. ഫോംഡ് ഫ്രം ഡിഫറന്റ് സെൽ. അതും തെറ്റാണ് അല്ലേ? അതും ഏതിന് ചേരണതാ? ഫോംഡ് ഫ്രം ഡിഫറന്റ് സെല്ല്. സെല്ലിന്ന് ചേരണ സാധനം ശരിക്കും ഏതാന്ന് ചോദിച്ചാൽ ആദ്യത്തെയാണ്. സൈഗോട്ട് പോലുള്ള സാധനം. സൈഗോട്ട്. അടുത്ത് നോക്കിയേ മൂന്നാമത്തെ. വിച്ച് ഇൻഡിക്കേറ്റർ ഹെൽപ്പ് ടു ഐഡന്റിഫൈ കോളൻകൈമ when it is observed through a microscope? എന്താണ് നിങ്ങൾ നോക്കുകയാണ് ഒരു സ്റ്റെം സെല്ല്. നിങ്ങൾ എന്ത് ചെയ്യാണ്? സ്റ്റെം നമ്മൾ നോക്കുകയാണ് മൈക്രോസ്കോപ്പിൽ. അങ്ങനെ നോക്കുമ്പോ കോളൻകൈമ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും? അതിൽ കോളൻകൈമ, അതായത് കോളൻകൈമ എന്തൊക്കെയാണ്? കോളൻകൈമ, വലൻകൈമ, പിന്നെന്താ? ഏതാ? പാരൻകൈമ. അപ്പൊ ഏതാണ് ഇൻഡിക്കേറ്റർ എന്ന്? കോളൻകൈമേനെ സൂചിപ്പിക്കുന്ന ഇൻഡിക്കേറ്റർ ഏതാ? അതിന് ചോദ്യം. നോക്കിയിട്ടാണോ പറഞ്ഞത്? അല്ല, പഠിച്ചു വെച്ചിട്ടുണ്ട് മിടുകൻ. ഓൺലി ദ കോർണേഴ്സ് ഓഫ് സെൽസ് ആർ തിക്ക്. വെരി ഗുഡ്. അതല്ലേ കോളൻകൈമ? ഇതാണ് സാധനം. നമ്മളന്ന് വരച്ചിട്ടുണ്ടായിരുന്നു ബോർഡും അല്ലേ? കോർണേഴ്സിൽ മാത്രം തിക്കായിട്ടുള്ള, മറ്റതെല്ലായിടത്തിലും ഒരേപോലെയാ. കോർണറിലും സൈഡിലും ഒക്കെ ഒരേ ഒരേ കന. ഇതെല്ലാ വരകളും കന. അപ്പൊ അത് ഓക്കെ. ഇനി വേറെന്താ അതിൽ ചേരണത്? യൂണിഫോമിലി തിക്ക് സെൽവാൾ അല്ല. നോ ന്യൂക്ലിയസ് അതുമല്ല. ഈ വേറില്ല. ഓക്കെ. എന്താ നമുക്ക് പറയാനുള്ളത്? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പരീക്ഷ നടത്തണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ശ്രീഹരി എവിടെ ഓൺലൈനിൽ?
ശ്രീഹരിയെ നമുക്ക് ഈ നേരത്ത് ആ. ടൈം പ്രശ്നമുണ്ടാ? ഈ നേരത്ത് കണക്ഷന് വല്ല തകരാറുണ്ടാ? ഇപ്പൊ കുഴപ്പമില്ല. വേറെ ആർക്കെങ്കിലും തകരാറുണ്ടോ? 9ാം ക്ലാസ്സിൽ തകരാറ് പറയണ്ടേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തകരാറുകളുണ്ടാ ഈ നേരത്തെ കണക്ഷൻ കിട്ടാൻ? ഇപ്പൊ കുഴപ്പമില്ല. അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നമുക്കപ്പോ എന്നാ പിന്നെ അങ്ങനെ തന്നെ പോട്ടെ അല്ലെ? എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടാ. മാഷ അവരുടെ ടൈം മാറ്റിയിട്, പകലത്തേക്ക് ആക്കണം വേണ്ടി. എനിക്ക് ഈ സമയം തന്നെ മതി അല്ലേ? ഇതുപോലെ മതി. വെരി ഗുഡ്. മതി മതി മതി. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മള് എന്ത് നടത്തുന്നു? എക്സാം. എക്സാം നടത്തും. അടുത്ത ക്ലാസ്സിൽ അപ്പൊ 2 പരീക്ഷ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഒരു പരീക്ഷ തിങ്കളാഴ്ച ഉണ്ടാവും കേട്ടാ. തിങ്കളാഴ്ച ഏതാ? മാത്സ് പരീക്ഷ ഉണ്ടാവും. മാത്സ് എക്സാം. ഇനി സയൻസ് എന്നാ വരിക? തിങ്കൾ ചൊവ്വ. സയൻസ് അല്ലേ? സയൻസ് പരീക്ഷ ചൊവ്വാഴ്ച വരും ട്ടാ. പരീക്ഷ റിട്ടേൺ എക്സാമിനേഷൻ ആവും ട്ടാ. മറ്റേ ഫോമില് ഗൂഗിൾ ഫോം ആവില്ല കേട്ടാ. അപ്പൊ എഴുതിയിട്ട് അപ്പൊ തന്നെ നമ്മളിപ്പോ ആൻസർ പറയുന്ന പരിപാടിയാവും. അപ്പോ ചെയ്യാൻ പറഞ്ഞോളൂ കേട്ടോ. അമ്മമാരോട് ഉണ്ടാവണം കേട്ടോ. അമ്മമാരുണ്ടാവണം കേട്ടാ. അപ്പൊ ഇതിന്റെ നോട്ട് ഞാൻ നോക്കട്ടെ. ഇതിന്റെ നോട്ട് ഞാൻ കുറച്ചും കൂടി എഴുതാണ്ട് അത് ഞാൻ അയച്ചുതരാം. നിങ്ങളുടെ നോട്ട് എഴുതാൻ വലിയ കുഴപ്പമുണ്ടാവില്ല, കാരണം നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആയ കാരണം ഇംഗ്ലീഷ് മീഡിയം മാത്രമല്ല തയ്യാറാക്കുന്നത് കേട്ടാ. അത് മാഷ റെഡിയാക്കി തരാം കേട്ടാ. അപ്പൊ തൽക്കാലം നമുക്കൊന്ന് അവസാനിപ്പിക്കല്ലേ? ഇനി വേറെ പാഠത്തിലേക്ക് കേട്ടാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ. ഗുഡ് ബൈ.